പണ്ടെങ്ങോ വായിച്ച ഒരു കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്ക് കഥ തുടങ്ങിയാലോ. നമ്മുടെ ജീവിതത്തിന്റെയും സമൂഹത്തിന്റെയും പ്രതിബിംബമാണ് എനിക്ക് ആ കഥയിൽ കാണാൻ കഴിഞ്ഞത്. കഥ എന്താണെന്ന് അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ചിലപ്പോൾ നിങ്ങളിൽ പലരും ഇത് കേട്ടിട്ടുണ്ടാവാം. ഒരിക്കൽ ഒരു കച്ചവടക്കാരനും ഭാര്യയും കൂടി ഒരു കഴുതയെ വാങ്ങാനായിട്ട് ചന്തയിലേക്ക് പോയി. അവർ ആഗ്രഹിച്ചതുപോലൊക്കെ തന്നെ ഒരു കഴുതയൊക്കെ വാങ്ങി സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങുമായിരുന്നു. അവർക്കെതിരെ നടന്നു വന്ന കുറച്ച് ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് ശ്രദ്ധിച്ചു കേട്ടപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് അവർ പറഞ്ഞു ചിരിക്കുന്നത് തങ്ങളെ കുറിച്ചാണെന്ന് മനസ്സിലായത്. ആ കൂട്ടത്തിൽ നേതാവ് എന്ന് തോന്നിക്കുന്ന ഒരാൾ പറഞ്ഞു, ഞാനായിരുന്നെങ്കിൽ ആ കഴുതയുടെ മുകളിൽ ഞെളിഞ്ഞിരുന്നു പോയേനെ. അത് കേട്ട് വിഷമം തോന്നിയ അയാൾ കഴുതയുടെ മുകളിൽ കയറി ഇരുന്ന് ഭാര്യയ്ക്കൊപ്പം യാത്ര തുടർന്നു. ദൂരം ചെന്നപ്പോൾ വീണ്ടും കുറച്ച് ആൾക്കാർ അവരെ നോക്കി ദേഷ്യത്തോടെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. എന്താണെന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് തങ്ങളെക്കുറിച്ച് തന്നെയാണ് അവർ വീണ്ടും പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയായിരുന്നു, ഭാര്യയോട് ഒട്ടും സ്നേഹമില്ലാത്ത മനുഷ്യന്, എന്ത് ദുഷ്ടനാണ് ഇയാൾ ഭാര്യയെ നടത്തിയിട്ട് അയാൾ കഴുതപ്പുറത്ത് കയറിയിരുന്ന് യാത്ര തുടർന്നു. അത് കേട്ട് കുറ്റബോധം തോന്നിയ കച്ചവടക്കാരൻ കഴുതയുടെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ഭാര്യയെ കഴുതപ്പുറത്ത് കയറ്റിയിട്ട് അയാൾ കഴുതയ്ക്കൊപ്പം നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ വീണ്ടും കുറച്ച് ആൾക്കാർ ഇവരെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഇയാളൊരു പെങ്കോന്തം തന്നെ, ഭാര്യയെ കഴുതപ്പുറത്ത് കയറ്റിയിട്ട് അയാൾ നടന്നു പോകുന്നു, എന്ത് വിഡ്ഢിയാണ് ഇയാൾ. വിഷമം തോന്നിയ കച്ചവടക്കാരൻ ഭാര്യയ്ക്കൊപ്പം കഴുതയുടെ മുകളിൽ നിന്ന് യാത്ര തുടർന്നു. അങ്ങനെ അവർ സന്തോഷത്തോടെ യാത്ര തുടർന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ദേ വരുന്നു കുറച്ചാൾക്കാർ. അവരും ഇവരെ പരിഹസിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, രണ്ടാൾക്കും ഒരു ദൈവമില്ല, ആ പാവ മൃഗത്തിന്റെ മുകളിൽ കയറിയിരുന്ന് ആ മൃഗത്തെ കഷ്ടപ്പെടുത്തുന്നു, എന്തു മനുഷ്യരാണിവർ. ഇങ്ങനെയായിരുന്നു അവർ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ അയാൾക്ക് വീണ്ടും സങ്കടമായി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്ത് നല്ല വാർത്ത കേൾക്കണമെന്ന് ആഗ്രഹിച്ചാലും പക്ഷെ നമുക്കത് കേൾക്കാൻ സാധിക്കില്ല. നമ്മൾ എന്ത് നല്ല പ്രവൃത്തി ചെയ്താലും അതിനുള്ളിൽ തെറ്റ് കണ്ടുപിടിക്കാനായിരിക്കും എല്ലാവരും ശ്രമിക്കുന്നത്. ഇതൊന്നും കേട്ട് നമ്മൾ നിരാശരാകരുത്. ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.